ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെട്ടിപ്പിടിക്കണ്ടേ അമ്മച്ചേ? അപ്പൊ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിന്ന് സ്വിഗ്ഗിയിൽ 99 സ്റ്റോർ മൊത്തത്തിൽ ഞാൻ വാങ്ങാൻ വേണ്ടി പോവാണ്. 99 സ്റ്റോർ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഗൈസ്, സ്വിഗ്ഗിയിൽ 99 രൂപയ്ക്ക് പിസ്സ കിട്ടും, ബിരിയാണി കിട്ടും, ബർഗർ കിട്ടും, ഫ്രൈസ് കിട്ടും, അങ്ങനത്തെ കുറെ ഐറ്റങ്ങൾ കിട്ടും. എനിക്ക് തോന്നുന്നത് സൊമാറ്റോയിലില്ല. അവന് മനസ്സിലായി, അവന് വിശദീകരിച്ചു കൊടുത്തയാ ഗൈസ്. അത് സൊമാറ്റോ, അത് കളിയാ. പറഞ്ഞോട്ടെ പ്ലീസ്. ഞാൻ ഗൈസ്, ഇത് സൊമാറ്റോയിലില്ല, സ്വിഗ്ഗിയിൽ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇന്ന് അത് മൊത്തത്തിൽ ഇത് ഓർഡർ ചെയ്തിട്ട് നമ്മളത് ഔട്ട് ഓഫ് 5 റേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഈ 99 രൂപ എന്തോ കിട്ടുന്നില്ലേ? 99 രൂപയ്ക്ക് ഇത്ര ഐറ്റം കിട്ടുന്നില്ലേ? അപ്പൊ ഗൈസ്, നമ്മൾ സ്വിഗ്ഗി ആപ്പ് ആദ്യം അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഡീൽസ്, ഫ്ലാറ്റ് 20 മീൽസ് അറ്റ് 99 പ്ലസ് ഫ്രീ ഡെലിവറി. ഫ്രീ ഡെലിവറി ആയിരിക്കുമോ? നോക്കാം. എന്തായാലും ഇങ്ങനെ ഇന്റർഫേസ് തുറന്നു വരും. സോ അതിനകത്ത് നമുക്ക് അണ്ടർ 69 ഉണ്ട്, അണ്ടർ 99 ഉണ്ട്. 69 രൂപയ്ക്ക് സാധനം കിട്ടുമോ? അണ്ടർ ആണ് പറയണേ. എന്നാലും മസാല ദോശ 65 രൂപ. നമ്മൾ കടയിൽ പോയി കഴിച്ചാലും 120-180 രൂപയാവും. പക്ഷെ ഇപ്പൊ ചെറിയ ദോശ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ല അവർക്ക് മുതലാവുന്നത്. അപ്പൊ നമുക്ക് അണ്ടർ ഐറ്റം 99 തന്നെ എടുക്കാം. സോ അതിനകത്ത് നമുക്ക് 50%-70% ഓഫ് വരുന്നുണ്ട്. അത് ഓഫ് വന്നിട്ടാണ് 99 രൂപ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അതിനകത്ത് ഇന്ത്യൻ തന്തൂരി, പനീർ റാപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പിസ്സ കാണിക്കുന്നുണ്ട്. 2 പിസ്സ ഓർഡർ ചെയ്തേക്കാം. 89 രൂപ. 2 കാണിക്കുന്നുണ്ട്. 89 രൂപ, 99 രൂപ. ഒരെണ്ണം ക്ലാസിക് ചിക്കൻ ചീസി സ്പൈസി ഡിലൈറ്റ്. ഓക്കെ, എന്താ ബാക്കിയെല്ലാം 379 രൂപയാണ്. അപ്പം ആദ്യം നമ്മൾ പിസ്സ ഹട്ട് ആണ് കേട്ടോ. പിസ്സ ഹട്ടിൽ നിന്ന് നമ്മൾ ഡെലിവറി ചാർജ് ഉണ്ട്. ആര് പറഞ്ഞില്ലെന്ന്? ഡെലിവറി ടിപ്പ് 68 രൂപ. GST ഇൻക്ലൂഡഡ് ആട്ടോ. അല്ല അത് അല്ലല്ല, അത് GST ആൻഡ് അതർ ചാർജസ്, ഡെലിവറി ചാർജ് ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ പിസ്സ ഹട്ടിൽ നിന്ന് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ KFC ഐറ്റം ഉണ്ട്. KFC അല്ല, ഇത് 99 സ്റ്റോർ. പിന്നെ KFC എന്തൊക്കെ ഉണ്ടെന്ന് ഇത് കാണിക്കും. KFC നമുക്ക് പെപ്സി റീയൂസബിൾ ബോട്ടിൽ, നമുക്കത് ഓർഡർ ചെയ്യാം. 7up റീയൂസബിൾ ബോട്ടിൽ. സീറോ ഷുഗർ ഉണ്ടെങ്കിൽ മതി. അയ്യോ, സീറോ ഷുഗർ. അയ്യോ, 70 അതൊന്നും ചോദിക്കില്ല മാഡം. മിറണ്ട അതൊന്നും വേണ്ട. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ലാർജ്. ഇല്ല, അതിന് 80 രൂപയുള്ളൂ. ചിക്കൻ പോപ്കോൺ റെഗുലർ ഉണ്ട് 80 രൂപയ്ക്ക്. സോ അത് നമ്മൾ കാർട്ട് ചെയ്തു. ഇന്ത്യൻ തന്തൂരി ചിക്കൻ റോൾ ഉണ്ട്, അതും നമ്മൾ കാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, മൊത്തം ഇച്ചിരി കുറച്ച് ഐറ്റേ ഉള്ളൂ 99. ഇത്ര ഐറ്റേ ഉള്ളൂ. സോ ഇത്ര ഐറ്റേ ഉള്ളൂ. നമ്മൾ ഇതും കൂടി ഓർഡർ ചെയ്തു. ഓർഡറാ. അപ്പം അതും നമ്മൾ ഓർഡർ ചെയ്തു. പിസ്സ ഹട്ട് ആയി, KFC ആയി. പക്ഷെ 99 രൂപയുടെ സാധനമാ, ഇച്ചിരിയെ കാണും, നമുക്ക് നോക്കണമല്ലോ. അപ്പൊ അടുത്ത നമ്മുടെ മക്ഡൊണാൾഡ്സ് ബർഗർ 89 രൂപയ്ക്ക് എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. എടാ, അവരെല്ലാം 119 രൂപയാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഓർഡർ ചെയ്യാം അല്ലേ? അല്ല, ഇത് അത് അണ്ടർ 99 വരുന്ന സ്റ്റോറാണോ? പക്ഷെ അവര് 119 നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം അത്ര ഓർഡർ ചെയ്യണ്ട, 2 ഐറ്റം ഓർഡർ ചെയ്യാം. എന്താ പറയുന്നു? അതെല്ലാം 999. മേളിൽ ആ ബ്രാൻഡിലുള്ളത് മേളിൽ മാത്രം കാണിക്കും. ഏതെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്യാം. പക്ഷെ എല്ലാം 119 രൂപ കേട്ടോ. ഇപ്പൊ ഏത് ഓർഡർ ചെയ്യണം? മെക്സിക്കൻ ഓർഡർ ചെയ്താലോ? ഇത് ഒരെണ്ണം. ഓക്കെ. നോൺ വെജ് ആണോ? ഒരു ഐറ്റം മതിയല്ലോ. ഇതെന്തൊരു ഐറ്റമാണ്? ഏതാ ഇത്? മക്കലോ ടിക്കി നോക്ക്. ഇത് മെക്സിക്കൻ. ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും. മെക്സിക്കൻ മതി. മക്കാലോ വരുമ്പോ എനിക്ക് തോന്നുന്നു കിഴങ്ങ് വരുമായിരിക്കും. നീ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വീട്ടിലൊന്നും വെച്ചില്ല കേട്ടോ. രാവിലെ ഇഡലി സാമ്പാറായിരുന്നു. ഏറ്റവും കൂടുതൽ ഹാപ്പി അമ്പൂട്ടനായിരിക്കും. അവർക്ക് UP പേയ്മെന്റ് ഉള്ളു കേട്ടോ. ഗൈസ്, ഇപ്പോ നമ്മള് കീഴിന്ന് മാറിയിടർക്ക് ചപ്പിളി ആയി പോകും. അപ്പൊ പിസ്സ ഹട്ട് ഓർഡർ ചെയ്തു, KFC ഓർഡർ ചെയ്തു, മക്ഡൊണാൾഡ്സ് ഓർഡർ ചെയ്തു. ഓക്കെ. അപ്പൊ മക്ഡൊണാൾഡ്സിന്റെ അണ്ടർ 99 അല്ലായിരുന്നു, അത് കുഴപ്പമില്ല. അടുത്ത് ഇനി അമ്പൂട്ടിന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം മോമോസ്. അതെ, മോമോസിൽ വൗ മോമോസ് ഉണ്ട് കേട്ടോ. വൗ മോമോസിൽ നമുക്ക് വരുന്ന ഐറ്റംസ് 99 സ്റ്റോർ ഉണ്ടോ? ഉണ്ട്. ചിക്കൻ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്, വെജും ഉണ്ട്. 4 ഐറ്റം ഉള്ളത്. നമുക്ക് 2 ഐറ്റം ഓർഡർ ചെയ്യാം.
ഇത് മടിയോ മടിയോ ഏതായാലും മതി അച്ഛാ. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട. അപ്പോൾ അത് ഓർഡർ ചെയ്യട്ടെ. ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കട്ടെ. ഫ്രഞ്ച് ഫ്രൈസ് ഇതുവരെ വാങ്ങിയില്ലല്ലോ. വാങ്ങി ഉണ്ടെങ്കിൽ വേണ്ട. ഉണ്ട്, ഓൾറെഡി ഉണ്ട്. 2-3 കാണും അല്ലേ? കാണും. ഈ 99 രൂപ സാധനമാണല്ലോ ഓർഡർ ചെയ്ത് തരുമ്പോൾ 300 രൂപ ആവുന്നു. ചിലയിടത്ത് ഫ്രീ ഡെലിവറി. ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ഫ്രീ ഡെലിവറി ഒന്നും കിട്ടത്തില്ല. പക്ഷെ ആപ്പിൽ എന്താ അങ്ങനെ കൊടുത്തേക്കുന്നത്? ഫ്രീ ഡെലിവറി എല്ലായിടത്തും അവൈലബിൾ ആവത്തില്ല. ഓക്കെ, അതിൽ GST ആഡ് ചെയ്യുന്നത് അവരത് കാണിക്കത്തില്ല. പിന്നെ GST ആഡ് ചെയ്യും. അത് നമ്മളിപ്പം ലുലുമാളിന്ന് വാങ്ങിച്ചാലും മീൻസ് ഫുഡിന്റെ പ്രൈസ് വേറെയും നമുക്ക് ബില്ല് വരുമ്പം അത് വേറെ പ്രൈസും ആയിരിക്കും. അടുത്തതിന് ഏതുണ്ട്? ഫ്രോസൺ ബോട്ടിൽ. അവർക്ക് 99 രൂപയ്ക്കൊന്നും സ്റ്റോറില്ല. ചിക്കൻ ബിരിയാണി 139 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയണം. 139 രൂപയ്ക്ക്. പക്ഷെ എന്നാലും 99 സ്റ്റോറിൽ വരുന്നതാ. പക്ഷെ എനിക്കതൊന്ന് ഓർഡർ ചെയ്ത് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. 99 സ്റ്റോറിൽ വരുന്നത്. പക്ഷെ 139 രൂപയ്ക്കാണ് സെല് ചെയ്യുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതുകൂടി ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ അതും കംപ്ലീറ്റ്ലി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു 99 സ്റ്റോർ ഉണ്ടെന്ന് അറിയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഒരുപാട് കഴിക്കാത്തവരുണ്ടല്ലോ, കുറച്ച് മീൽസ് മാത്രം കഴിക്കുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി വേറൊരു ഐറ്റം ഉണ്ട് 99 സ്റ്റോറിൽ വരുന്നത്. പക്ഷെ അതെല്ലാം 109, 129. അതിനകത്ത് അതിന്റെ ബ്രാൻഡ് ഏതാണ്? ബിഗ് ബൗൾ എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് വരുന്നത് വെജ് മഞ്ചൂരിയൻ ഡ്രൈ, വെജ് മോമോ, പനീർ മഞ്ചൂരിയൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റം. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഓർഡർ ചെയ്യാം. എല്ലാം വേണ്ട. റേറ്റ് കുറഞ്ഞത് നോക്കി ഓർഡർ ചെയ്യാം. അതിനകത്ത് റേറ്റ് കുറഞ്ഞതിൽ ഏറ്റവും ഉള്ളത് ഈ വെജ് മഞ്ചൂരിയൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെജ് മഞ്ചൂരിയൻ ബോൾസ് ഉണ്ട്. ഇതാണ് ചിക്കൻ ഡ്രൈ മിനി. ഇത് കൊള്ളാം. 149. എല്ലാം വന്ന് ചിക്കനെ എടുക്കും. എടുത്തു വരുമ്പോ ലാസ്റ്റ് അതങ്ങ് ചിക്കൻ ആവും. അയ്യോ അല്ല, അത് ഭയങ്കര പ്രൈസ് ആവുന്ന കേട്ടോ. അത് 149 സാധനം ഇവിടെ വരുമ്പോ 271. പുറത്തൊന്നും പോരുത്. അത് എക്സ്പെൻസീവ് ആയിപ്പോ. അത് വേണ്ട. സോ നമ്മളിപ്പോ എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നു. മതിയെന്ന് തോന്നുന്നില്ലേ? ഇത് വന്നിട്ട് ഇനി എങ്ങനെ നോക്കാം? നോക്കാം. ഓൾറെഡി എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ട അങ്ങനത്തെ ഐറ്റം ഒന്നും കിട്ടത്തില്ല. 2 പൊറോട്ട ഐറ്റം ഒന്നും കണ്ടില്ല. പനീർ റാപ്പ് ഉണ്ട്. പനീർ റാപ്പ് ഓർഡർ ചെയ്തില്ലെന്ന് തോന്നുന്നു. ചിലതിനകത്ത് ഇതിനകത്ത് തന്നെ കലോറി എഴുതിയേക്കല്ലേ? പനീർ റാപ്പ് ഉണ്ട് കേട്ടോ. അത് 99 രൂപ. പിന്നെ ബനാന സ്മൂത്തി ഉണ്ട്. അത് ഓർഡർ ചെയ്യാൻ വേണമെങ്കിൽ ബനാന സ്മൂത്തി ഉണ്ട്. നാച്ചുറൽ ബട്ടർ മിൽക്ക് ഉണ്ട്. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. സ്മൂത്തി മതി. അപ്പോൾ നമ്മള് 99 രൂപയ്ക്ക് പിസ്സ ഹട്ടിൽ നിന്ന് 2 പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ എടുക്കുന്നതിന് മുമ്പേ കുഞ്ഞ് ബോക്സ് ആട്ടോ. 99 രൂപയ്ക്ക് വലിയ ബോക്സ് തരത്തില്ലല്ലോ. ഇത്രയേ ഉള്ളൂ സൈസ്. അപ്പോ അടുത്ത അമ്പോട്ട് എടുക്കും. നീ ആടടാ നീ. ഓക്കെ, പൊട്ടിക്കാം. ഇതിന്റെ ഫ്ലേവർ ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. രണ്ടും വെജ് അല്ലേ? വെജായിരുന്നു ചിക്കൻ ആയിരുന്നു? 2 ചിക്കൻ ആയിരിക്കും. സോസേജ് ആട്ടോ, സോസേജ്. അതെ, ഒരെണ്ണം ഈ ഒരു ലുക്കിൽ വരും. കണ്ടോ? 99 രൂപ ഉള്ളത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇപ്പൊ ഒരു ചായയും കടി തിന്നാ ഞാൻ പറഞ്ഞ കണക്ക് 50 രൂപയാവും. പക്ഷെ പിന്നെ ഒരു കാര്യം, ബണ്ണിന്റെ സൈസാ കൂടുതല്. അകത്തുള്ള ഫില്ലിങ്സ് ഒക്കെ കുറവാണ്. ബണ്ണിന് സൈസ് കാണട്ടെ. ഇത്ര ഈ ഒരു തിക്നെസ്സിലാണ്. നമുക്ക് ഫുഡ് വന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ആദ്യമേ നമുക്ക് വേണം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പുറത്തിലെ പിസയൊക്കെ പൊറ്റയ്ക്ക് തിന്നാറായി ഞങ്ങള്. അപ്പം ആദ്യത്തെ സ്ലൈസ് ഇതിന്റെ മുകളില് കുറച്ച് സോസേജ് ഉണ്ട്, പിന്നെ ചീസ്, പിന്നെന്താ ഉള്ളേ? വേറെ ഒന്നും ഇല്ലടാ. ഉള്ളി ഒക്കെ ഉള്ളു. നടുക്ക് മാത്രം കടിക്കാനേ കൊള്ളത്തോളല്ലേ. ഭയങ്കര ബണ്ണിന് ഭയങ്കര കട്ടി കേട്ടോ. പിന്നെ പ്രൈസ് നമ്മൾ എപ്പോഴും മനസ്സിൽ കഴിക്കുമ്പോൾ വേണം. നോട്ട് ബാഡ്.
ആ നോട്ട് ബാഡ്. ഈ പ്രൈസിന് ഇത് പക്കയാണ്. ഇതിന്റെ മുകളില് ഇതെന്തോ സോസേജ് ആണോ, ഒരു ചിപ്സ് പോലെ ഒരു സാധനം ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു നേരം വിശപ്പടക്കാൻ നല്ല ക്വാണ്ടിറ്റിയിൽ അടിപൊളി സാധനം. അത് പറഞ്ഞ ആൾക്ക് ഈ വർക്ക് ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാം. കൊള്ളാം, അടിപൊളി. ഇത് നമുക്ക് 5-ല് ഒരു 3.5 കൊടുക്കാം. 4 കൊടുക്കാം. ഇപ്പം മുതൽ പറഞ്ഞ നമുക്ക് 4 സ്റ്റാർ തന്നിരിക്കുന്നു. ഫസ്റ്റ് ഐറ്റം ഇത് ടേസ്റ്റ് ചെയ്തില്ല. ഇതിനകത്ത് ചീസ് നല്ലോണം. ചീസ്, പച്ചമുളക്, വേറെ ഒന്നുമില്ല കേട്ടോ. ചീസും പച്ചമുളകും മാത്രമേ ഉള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഫില്ലിങ്സ്. ഓക്കെ, പിള്ളേർക്ക് ഇപ്പോഴും എന്തായാലും ജങ്ക് ഫുഡിനോട് താല്പര്യം. നമ്മളെങ്കിൽ അവന് കൊടുക്കത്തില്ല. തിയേറ്ററിൽ വാങ്ങുമ്പം കൊടുക്കും. കഴിക്കട്ടെ. നല്ല ചൂട്, ചെറിയ ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് അതാ. ഇത് ചീസ് കൂടുതലാ കണ്ടോ, ഇത് കാണുമ്പോ തന്നെ അറിയാം. ഇതിൽ ഭയങ്കര ചീസാ. ചീസ് മാത്രമല്ല ബണ്ണിന്റെ കട്ടി ഭയങ്കര. പക്ഷെ അത് കറക്റ്റ് സോസേജ് ഒക്കെ മേളിൽ വെച്ച് കൊള്ളാം. അത് നല്ല ടേസ്റ്റ് ഉണ്ട് സവാളയൊക്കെ ഇട്ട്. അപ്പൊ ടോട്ടല് നമ്മൾ പിസ്സ ഹട്ടിന്റെ 99 സ്റ്റോറിൽ നമ്മളൊരു 4 കൊടുക്കാം. 5 അല്ലേ? ടോട്ടൽ പിസ്സ ഹട്ട് 99 സ്റ്റോർ ഗൈസ് ഔട്ട് ഓഫ് 5-ല് 4 സ്റ്റാർ. കിട്ടിയില്ല. നീ കഴിച്ചോ അതിന്? ഇല്ല. ഫുഡ് പിന്നെ അമ്പൂന് ആദ്യം വേണം. കഴിയുന്നോളൂ. ഈ സാധനം കഴിച്ചു നോക്കിയേ. ഇത് ഒരു റൗണ്ട് സാധനം. കൊള്ളാം കഴിച്ചു. അപ്പൊ ഇനി അടുത്തത് വരാം. അപ്പോൾ അടുത്തത് നമ്മുടെ 127 രൂപയുടെ ഒരു ബിരിയാണിയാണ്. ഇത് 99 സ്റ്റോറിലുള്ളതാണ്, പക്ഷേ 99 രൂപയുടെ താഴെ ഉള്ളതല്ല. അപ്പോൾ 127 രൂപയ്ക്ക് പോകുമ്പോൾ ബിരിയാണി, അതും സ്വിഗ്ഗി വഴി കിട്ടുമ്പം അത് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. പാക്കിംഗ് ഒക്കെ യൂഷ്വൽ നമ്മുടെ നോർമൽ പാക്കിംഗ് കേട്ടോ. നിങ്ങൾ മാക്സിമം ഇതില് ചൂട് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ കേട്ടോ. മറ്റേ കവറാണെങ്കിൽ കുഴപ്പമില്ല. ഏതാ വേറൊരു മറ്റേ അതിന്റെ പേരെന്തുവാ, സിൽവർ കളർ ഫോയിൽ പേപ്പർ, അതിനകത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ചിലർ ചൂട് ചിക്കൻ കറിയും ചൂട് കറികളും ഇതിനകത്ത് പക്ഷെ എന്നാലും ചൂട് ഫുഡുകൾ ഇങ്ങനത്തെ കവറിൽ കഴിക്കില്ല കേട്ടോ. ഇത് കുഴപ്പമില്ല. ഈ സാധനം കുഴപ്പമില്ല. ഇതിന്റെ ചിലയിടത്ത് പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്, അതായത് മറ്റേ പ്ലാസ്റ്റിക്. അതെന്തോ ചിക്കൻ ഫ്രൈയും ഇതാട്ടോ. ഇതിനകത്ത് ചിക്കൻ ഫ്രൈയും ഉണ്ട്, ചിക്കൻ്റെ അല്ലാണ്ട് പീസും ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി. തട്ടാം ഇങ്ങനെ എടുക്കണം. തട്ടുന്നതിനൊരു സ്റ്റൈലുണ്ട്. ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഓ പെർഫെക്റ്റ്. ഓക്കെ, ടേസ്റ്റ് ചെയ്തോളൂ. കറക്റ്റ് ക്വാണ്ടിറ്റി ഇത്രയുണ്ട് ഗൈസ്. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അല്ലേ, നമ്മൾ ഇച്ചിരി കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് 2. എൻ്റെ ചിക്കൻ ഫ്രൈ ഇട്. മൊത്തം എത്ര പീസ്? 1 2 3 4 ഒരു ഫ്രൈ 5 പീസ് ഉണ്ട്. ക്വാണ്ടിറ്റി വൈസ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം വലിയ പീസുകളല്ല അല്ലേ? പിന്നെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. റൈസ് മറ്റേ ബസുമതി റൈസാ, വലിയ റൈസാ. പക്ഷെ റൈസ് ഒരു ബ്രൗണിഷ് കളർ ഉണ്ടോ, പ്യൂർ വെള്ളയല്ല. അത് കറിയുടെ മിക്സ് അല്ലേ? ഓക്കെ, ഇച്ചിരി ഫ്രൈയും ഇച്ചിരി ചാറ് കറി എല്ലാം കൂടെ വെച്ച് കുഴപ്പമില്ല. ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ടേസ്റ്റ് വൈസ് എടാ ക്വാണ്ടിറ്റി ഒരു രക്ഷയില്ല കേട്ടോ ഈ പ്രൈസിന്. പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്, വലിയ ഇതില്ലെന്നേ ഉള്ളൂ. ഈ പ്രൈസിനുണ്ട്. ഈ പ്രൈസിനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോറ് കൊടുത്താൽ എരിയുണ്ട്. വായിൽ വെക്കുന്നതിനുണ്ട്. ഞാൻ 5 കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് നിന്റെ പേഴ്സണലി പറഞ്ഞു. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ കുറച്ചൊന്നും താവായിരുന്നു തോന്നി. ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൈയും ചിക്കൻ പീസും കൊള്ളാം. ചിക്കൻ പീസ് ഞാൻ കഴിച്ചില്ല. ഗൈസ്, എനിക്കിത് മൊത്തം ഡെലിവറി ചാർജ് ഉൾപ്പെടെ 150 രൂപ കണ്ടേ ഉള്ളൂ. സോ 150 രൂപയ്ക്ക് ഇത് ഭയങ്കര വെർത്താണ്. കാരണം ഇത്രയും പീസും ഉണ്ട്. അതുകൊണ്ടാണ് ടേസ്റ്റ് വൈസ് ടോപ്പ് നോച്ച് അല്ല.
ആവറേജ് ആണ്. പക്ഷെ എന്നാൽ പോലും ഈ ക്വാണ്ടിറ്റി വൈസും ആ ഒരു റൈസിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 5 സ്റ്റാർ കൊടുക്കാൻ എനിക്ക് തോന്നി. 5 സ്റ്റാർ ഞാൻ ഒരു 4.5. ഏട്ടൻ്റെ 5 സ്റ്റാറിനോട് യോജിക്കുന്നു. ഈ പ്രൈസിന് വെച്ച് ഇത് 5 സ്റ്റാർ തന്നെയാണ്. അപ്പോൾ അടുത്തത് ഇനി അടുത്ത നമുക്ക് മോമോസ് വന്നില്ല. KFC പോവാം. KFC. അപ്പോൾ നമ്മുടെ KFCക്ക് ഇനി 99 രൂപയ്ക്ക് എന്തൊക്കെയാണ് തരുന്നത് നോക്കട്ടെ. അമ്പൂട്ടിൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഇപ്പോൾ ഓടി വരും. ഇതേ നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. പോപ്കോണിൻ്റെ സൈസ് ഫോട്ടോയിൽ വലുത് കാണിക്കുന്ന അത് ചീറ്റിങ്ങാ. ഫോട്ടോ ഇത്രയും വലുത് കാണിക്കും. 99 രൂപയ്ക്കടാ. ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല കഴിച്ചത്. ഈ ഒരു പോർഷനിലാട്ടോ വരുന്നത്. അത് ഇത് കുഴപ്പമില്ല. ഇതൊരു റാപ്പാണ്. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇതൊരു ചിക്കൻ റോളാണ്. അത്യാവശ്യം നല്ല തന്തൂരിയാന്ന് തോന്നുന്നു. പിന്നെ കച്ചപ്പ് ഇത്രയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്. PVR ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് എനിക്കൊന്ന് പാർസൽ വരുമ്പോൾ ഇങ്ങനെ ക്രിസ്പിനെസ് ഇല്ല. അതെനിക്കൊന്ന് അവിടെ പോയി കഴിച്ചാൽ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു കിട്ടുന്നത്. എനിക്ക് അറിയത്തില്ല. ഒരു വികാരമില്ലാത്ത ഫ്രഞ്ച് ഫ്രൈസ്. അത് പോട്ടെ. അത് എനിക്കൊന്ന് അവിടെ പോയി കഴിച്ചാൽ മേ ബി റെഡിയാവും. നമ്മള് മറ്റേ ചലഞ്ചിൽ 1 2 3 4 5 6 7 8 9 10 11. അത് എനിക്ക് 38 പോപ്കോൺ 220 രൂപയ്ക്ക് എങ്ങാണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഓക്കെ, അടുത്തത് നമ്മുടെ ടെസ്റ്റ് പഠിച്ചു കേട്ടോ. ഞാൻ പൊട്ടിക്കാൻ ചില നേരം ഇത് പൊട്ടിക്കാൻ സമയത്തിന് വരത്തില്ല. അന്നത്തെ കാട്ടി കൊള്ളാം. ഇന്ന് ചിക്കൻസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടോ. ചിക്കൻ പോക്കും കൊള്ളാം. ഇത് കൊള്ളാം. സോ ഇനി അടുത്ത നമ്മുടെ KFC റാപ്പ്. പൊറോട്ട റാപ്പ്. ചപ്പാത്തിയാണോ? പൊറോട്ടയാ. ബീറ്റ് പൊറോട്ട അല്ല, നോർമൽ പൊറോട്ട. ഫില്ലിങ്സ് സവാള പിന്നെ ചിക്കൻ തന്തൂരി ആക്കിയിട്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ഫ്രൈഡ് അല്ല. അതായത് മറ്റേ ഫ്രൈഡ് ചിക്കൻ അതല്ല, ചിക്കൻ അല്ല, അല്ലാണ്ട് എന്തോ ആക്കിയിട്ടിട്ടുള്ളൂ അല്ലേ? അല്ലടാ, ഇത് തന്തൂരി എന്താണെന്നറിയോ, മേലത്തെ മാവ് മൊത്തം എനിക്കും കിട്ടി കേട്ടോ. മേളിൽ ഇത്ര നീളത്തിൽ മാവ് മാത്രം. ഫില്ലിങ്സ് കുറവാ, മേളിലോട്ട് വെച്ചിട്ടില്ല. ഇതിന് നമുക്ക് അധികം ഫില്ലിങ്സ് ഇരുന്ന് പറയാനും പറ്റില്ല. 99 രൂപയുള്ളൂ. ടേസ്റ്റില്ലേ? അടിപൊളി. ആദ്യം പുള്ളിക്കാർക്ക് മാവാട്ടോ കിട്ടി. മേലത്തെ മാവ് മാത്രം കിട്ടിയത്. ഇത് കൊള്ളാം. സോ റൈസ് എത്ര കൊടുക്കാം? ഫ്രഞ്ച് ഫ്രൈസ് മാറ്റി നിർത്തിയ ഫ്രഞ്ച് ഫ്രൈസ് നഷ്ടമാണ് കേട്ടോ. കാരണം ഒരു വികാരമില്ലാത്ത അത് പാർസൽ ചെയ്ത് വരുന്നോണ്ടായിരിക്കും, മേ ബി അറിയത്തില്ല. അവിടെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ മാറാമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. റാപ്പ് കൊള്ളാം, പോപ്കോൺ കൊള്ളാം. 4.5 കൊള്ളാം. അപ്പം KFCയിലെ 99 സ്റ്റോർ സ്വിഗ്ഗിയിലെ കൊള്ളാം കേട്ടോ. അത്യാവശ്യം വാല്യൂ ഫോർ മണി ആണ്. അടുത്ത ബ്രാൻഡ് കേട്ടെ. അപ്പോൾ അടുത്ത ഐറ്റം എന്താണ്? അടുത്ത ഐറ്റം ടോർട്ടില്ല പനീർ റാപ്പ്, അതൊന്ന്. പിന്നെ ബനാന സ്മൂത്തി വിത്ത് ഷുഗർ, അതൊന്ന്. രണ്ടും കൂടി ആയിരിക്കുന്നത് 207 രൂപയാണ് ഗൈസ്. ഇല്ലേ? 207 രൂപയിൽ 99. പിന്നെ ബാക്കി ചില്ലറ കുറച്ച് GST ബാക്കി ഡെലിവറി ചാർജ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പൊട്ടിക്കാം. ബനാന സ്മൂത്തി ഒക്കെ 99 രൂപയ്ക്ക് നല്ലതായിരിക്കും അല്ലേ? നോക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് കഴിക്കണം. റാപ്പ് മറ്റേ KFCയിലെ റാപ്പിനെ കാട്ടി വലിയ സൈസാണ്. കണ്ടോ? അപ്പോൾ ആദ്യം ബനാന സ്മൂത്തി കുടിക്കാം. എനിക്ക് ദാഹിക്കുന്നില്ലേ? അത്യാവശ്യം സൈസ് ഉണ്ട്. മൃദുലേക്ക് പിന്നെ സ്മൂത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പെണ്ണ് തെറുപ്പിക്ക് ഇവിടെ മൊത്തം വാ വെച്ചല്ലാണ്ട് അതല്ലാണ്ട് കൂടി വരുന്നു. നിന്റെ മോൻ വരുന്നു. കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഷാർജ ടച്ച്, നല്ല ഏലക്ക ഇട്ടിട്ടുണ്ട്. പൊളി സാധനം. ഇഷ്ടപ്പെട്ട്. അടിപൊളി. അടുത്ത് നമുക്ക് റാപ്പ് കഴിക്കാം.
കറക്റ്റ് ഷവർമ്മയുടെ സൈസ് ഉണ്ട് കേട്ടോ. പനീറാ? ഓ പനീറല്ലേ, എനിക്ക് ഈ പനീർ ഞങ്ങൾക്ക് ചിക്കനാണ് ഇഷ്ടം ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മുടെ ഈ സൈസിലാട്ടോ വരുന്നത്. ഇതും ഇതാണ് കേട്ടോ നമ്മുടെ മൈദ. ഇത് മറ്റേ പൊറോട്ട അല്ല, ഇതിന്റെ പേര് പറയാല്ലേ, അതും പോയത് റൊമാലി റൊട്ടി. ഇതിനകത്ത് എന്തോ ഫില്ലിങ്സ്, മുട്ടക്കോസ്, ക്യാരറ്റ്, ലെറ്റൂസ് ഒക്കെ നല്ല തീരിക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് മേള് വരെ ഉണ്ട് കേട്ടോ ഫില്ലിങ്സ്. പനീർ ആയതുകൊണ്ടാണോ ടേസ്റ്റ് വൈസ് ആണോ? എനിക്ക് ആദ്യത്തെ കടിയിൽ മൊത്തം മുട്ടക്കോസും ക്യാരറ്റും കിട്ടിയത്, വേറെ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ചെറിയൊരു മധുരിപ്പുണ്ട് ഇല്ലേ, ഒട്ടും സ്പൈസി അല്ല, കുഞ്ഞൊരു മധുരിപ്പൊക്കെ ഉണ്ട്. വെജിറ്റബിൾ മാത്രമല്ല, ഈ ഇത് റൊമാനി റൊട്ടി അല്ല, ഇത് മൈദയിൽ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുക അല്ലേ, ഭയങ്കര കട്ടി വരും. നമുക്കിനി അൺബോക്സ് ചെയ്യാം. പനീർ 1 2 മുട്ടക്കൂസ് നോക്കി തോനെ വെച്ചിരിക്കുന്നു. മുട്ടക്കൂസ് പനീർ എടുത്ത് കഴിക്കാം. ബനാന സ്മൂത്തി ഔട്ട് ഓഫ് 5 ഞാൻ 5 കൊടുക്കും. ഈ സാധനം ഞാൻ ഒരു 2 കൊടുക്കും. അതെ, പനീറിന് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഓവർ മുട്ടക്കൂസും ഓവർ ക്യാരറ്റ് വെക്കണം, ഓവറായിട്ട്. പിന്നെ എന്തോ ഒരു മധുരത്തിന് എന്തോ ഒരു സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ മതി. ടോട്ടൽ എത്ര കൊടുക്കുന്നു? 5 4. ടോട്ടൽ 4 സ്റ്റാർ. അടുത്ത അമ്പൂട്ടന്റെ ഫേവറേറ്റ് ഫുഡ് വൗ മോമോ. ഇതേ ഞാൻ ഒരു കാര്യം ഇവിടെ ലുലു മാളില് ഏട്ടൻ 5 മോമോസ് വൗ മോമോ 300 എത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങി. പക്ഷെ ഇത് നമുക്ക് അതേ കമ്പനി നമ്മൾ 2 എണ്ണം കൂടി 99 207 രൂപ, ബാക്കി GST എല്ലാം ഉൾപ്പെടെ അത്ര ആയിട്ടുള്ളൂ. ഈ 2 മോമോസും കൂടി. അത് ഒരെണ്ണത്തിൽ എത്ര മോമോസ് ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞുതരാമേ. അല്ല അതും എനിക്കൊന്ന് അല്ല, മോമോസ് എല്ലാം ടേസ്റ്റ് ഫില്ലിങ്സ് മോമോ എല്ലാം ഒരേ ഇൻഗ്രീഡിയന്റ് വെച്ചായിരിക്കത്തില്ലേ ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ ആട്ടോ, അത് നമുക്കറിയാലോ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ പനീർ കുത്തിക്കയറ്റുന്ന സാധനം എനിക്ക് ഇഷ്ടമല്ല, കാര്യം ഞാൻ പറയാം. അത് നോൺ വെജുകാരുടെ ചിക്കൻ ആണ് അല്ലേ, പക്ഷെ പനീർ നല്ല പ്രോട്ടീനൊക്കെ ആണ്. കത്രിക എടുക്കാനും അതൊന്നും വേണ്ട, ഇതും കീറിയാ മതി. ശരി കേട്ടോ, ഇത് ഒരിക്കലും തുറക്കല്ലെന്ന് പറഞ്ഞാൽ തോന്നുന്നു. അയ്യോ എന്തൊരു പാക്കിംഗ് അടി ഇത്. പാക്ക് മൊത്തം കീറിപ്പോയി. ഒന്ന് ഇതിന്റെ ചാറ് ഒന്ന് വെള്ള കളറ്, ഒന്ന് ഒരു ഇച്ചിരി 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഉണ്ട്. ലാഭം, മോമോസ് ലാഭം കേട്ടോ. ഈ കളർ കുറച്ചൊരു യെല്ലോ കളർ കൂടുതൽ അല്ലേ, അതിനകത്ത് എനിക്ക് തോന്നുന്നു മിന്റിന്റെ ഒക്കെ ഫ്ലേവർ കുറച്ച് തോനെ കാണും. ഇത് നമുക്ക് പ്യൂർ വൈറ്റ്, രണ്ട് ഫ്ലേവർ ആട്ടോ. ഞാൻ ആദ്യം ഡിപ്പ് ചെയ്യട്ടെ. ഒഴിക്കണ്ട ചെറുക്കനെ അടിക്കുള്ള സ്പൈസി ആണെങ്കിൽ പെട്ടുപോകും. ആദ്യം നമ്മളങ്ങോട്ട് ഡിപ്പ് എടുക്കുക, എന്നെ തൊട്ട് നമ്മുടെ മോമോസ് ഇങ്ങനെ അങ്ങോട്ട് ഡിപ്പ് ചെയ്യുക. വാ കുറച്ചും കൂടി ഡിപ്പ് ചെയ്യുക. സ്പൈസി ഇതോ അറിയാൻ വയ്യ, മൊത്തത്തിൽ എഴുതുന്നേ. അപ്പൊ ഞാൻ അതില്ലാതെ ഒന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ പറയാം സ്പൈസി ആണോ. മോമോസ് വലിയ സ്പൈസി അല്ല, അപ്പൊ ഇതാണ് സ്പൈസി. ഒരു വട്ടം മുക്കിയത് പോരാ, 2 വട്ടം മുക്കിട്ടുണ്ട്. മോമോസ് വലിയ സ്പൈസി ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചാറാണ് അല്ലേ, അത് ഞാൻ ഇച്ചിരി മുക്കിയുള്ളൂ, പക്ഷെ നല്ല എരി. അടച്ചു വെച്ചേക്കാം. ഞാൻ അത് മാത്രം ഇടുന്ന കഴിക്കട്ടെ. ഇല്ല അമ്പോട്ടിനെ എടുക്കാം. അടിപൊളി സൂപ്പർ സാധനം കേട്ടോ, പൊളി ടേസ്റ്റ്. നീ അതുകൂടെ ടേസ്റ്റ് ചെയ്യാം. ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് ചിക്കൻ വെറുതെ അരച്ചങ്ങ് ചേർത്തിട്ടേ ഉള്ളൂ, കുറച്ച് അത്ര ഫ്ലേവർ ഇല്ല. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ജിഞ്ചർ ഗാർലിക് നമ്മളെ ഇത് പിന്നെ മല്ലിയില ഇതൊക്കെ നല്ല അരച്ച് കൊള്ളാം, പക്ഷെ ഇത് അത്ര ഫ്ലേവർ അല്ല. കുറച്ചും കൂടി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അടിപൊളി കേട്ടോ, അത് സൂപ്പർ. ഇത് വെറുതെ കേട്ടോ, ഇത് ഔട്ട് ഓഫ് 5 രണ്ടും അടിപൊളി. വാങ്ങിച്ചതിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയതാണോ സത്യം. അതല്ല ഈ 5 എണ്ണം നമ്മൾ പുറത്ത് ഈ വൗമോമോന്റെ ആയാലും ലുലു മാളിലൊക്കെ പോയി വാങ്ങിക്കാൻ ഏട്ടൻ പറഞ്ഞു 300 250 പലതും ഉണ്ട്. നമ്മൾ അന്ന് വാങ്ങിച്ചത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാന്ന് തോന്നുന്നു. ഇത് 90. നമ്മൾ അന്ന് ചലഞ്ച് ചെയ്തതേ ആ റെസ്റ്റോറന്റിലെ ഏറ്റവും വില കൂടിയ സാധനമായിരുന്നു. പക്ഷേ ഇതുപോലൊക്കെ ടേസ്റ്റ് ഫീൽ വന്നത് ഇത് നല്ല മസ്റ്റ് ട്രൈ സാധനം. അപ്പം 99 സ്റ്റോറിലെ മോമോസിന്റെ വൗ മോമോസിന്റെ പൊളിച്ചു, ടോപ്പ് നോച്ച്. അപ്പം അടുത്ത പറഞ്ഞ ലാസ്റ്റ് ഐറ്റം മക്ഡൊണാൾഡ്സ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബർഗറാണ് ഓർഡർ ചെയ്തത്. എന്താ മറന്നു പോയി. നമ്മൾ അതായത് കഴിക്കാനുള്ള ഓ വലിയ പാക്ക്. രണ്ട് ബർഗറായിരുന്നു. അല്ലടാ അതിനകത്ത് വെള്ളമുണ്ട്, ഡ്രിങ്ക് ഉണ്ടാ. പെപ്സി ഉണ്ട് അല്ലേ? പെപ്സി
കെച്ചപ്പ്, ബർഗർ, മെക്സിക്കൻ ആലോ ടിക്കി, ബർഗർ, കോക്ക് ഉണ്ട്. അപ്പൊ ഇതിനകത്തൊരു ബർഗറും കോക്കും ഉണ്ടോ? ഇത് കോക്കാ. 99 രൂപയ്ക്ക് നമ്മൾ ചെറിയ ബർഗർ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് ഇത് അവിടെ സ്റ്റോറിലും ഉണ്ട്. ഈ 99 രൂപ അവിടെ വലിയ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇതോ ഒരു കുട്ടി ബർഗർ കേട്ടോ. വേണ്ടേ ഇത്രയും ഒരു സൈസ്. അല്ല പടത്തിൽ ഇതേ സെയിം തന്നെ. എനിക്ക് സെയിം ആയിട്ട് തോന്നിയത് അല്ല. നീ ഫില്ലിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതേ മേല് തക്കാളി, അടിയിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാറ്റി, ഇത്രയേ ഉള്ളൂ സംഭവം. ബേസിക് ബർഗർ. സോ ടേസ്റ്റിയുടെ ബർഗർ ഇങ്ങനെ വെച്ചല്ലേ കഴിക്കണ്ടേ? ആരോ പറയും തിരിച്ചു വെച്ചാണോ കടിക്കാൻ? ആണോ? തിരിച്ചു വെച്ച് അടിക്കാൻ. കുറച്ച് സ്പൈസിയാ. മേബി അത് മെക്സിക്കൻ സ്പൈസി ആയിരിക്കും. നോട്ട് ബാഡ്, കുഴപ്പമില്ല. നീ ആലുവ പറഞ്ഞേ, ഇത് ചിക്കൻ അല്ല കിഴങ്ങ. ഞാൻ പറഞ്ഞില്ല ആലുവ എന്ന കിഴങ്ങായിരിക്കും. ഇത് കിഴങ്ങാ. സോറി, ചിക്കൻ പാറ്റി എന്നാ പറഞ്ഞത്. സോറി കേട്ടോ, ചിക്കൻ അല്ല കേട്ടോ, ആലുവ. എനിക്ക് ആ കടി അങ്ങോട്ട് ഉള്ളിലോട്ട് കിട്ടിയില്ല കേട്ടോ. സവാള തിരിച്ചു വെച്ച് അടിച്ചോണ്ടേ മേലിരിക്കുന്ന സവാളയുടെയും ക്യാപ്സിക്കത്തിന്റെ കടി എനിക്ക് തോനെ കിട്ടിയത്. ഇച്ചിരി സ്പൈസിയാ, പക്ഷെ കൊള്ളാം. കിഴങ്ങായതുകൊണ്ട് വേണ്ടല്ലേ? കിഴങ്ങനാ അങ്ങനെയാണോ? ചിക്കൻ മതിയായിരുന്നു. ഇത് 0 ഷുഗർ ആണോ? അല്ല പക്ഷെ എനിക്ക് 0 ഷുഗറും മറ്റേതും കുടിച്ചിട്ട് ഇപ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നില്ല. നല്ല എരി മെക്സിക്കനെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ വായനോട് എരി മാറുന്നില്ല. പക്ഷെ കൊള്ളാം, ബർഗർ ടേസ്റ്റ് ഉണ്ടോ? നമുക്കൊരു 4 എടുക്കല്ലേ? 5 കാരണം 99 രൂപയല്ലേ ഉള്ളൂ. ആ റേഞ്ചിന് പക്കയാണ്. സോ ഗൈസ്, അപ്പം നമ്മളിന്ന് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ വൗ മോമോസ് ആണ്. പൊളി സാധനം. 2 മോമോസും അടിപൊളിയായിരുന്നു. അമ്പൂട്ടിന് കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് KFCയിലെ ആ ഒരു പോപ്കോൺ, ചിക്കൻ പോപ്കോൺ ബെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് റാപ്പും കൊള്ളായിരുന്നു. അപ്പം വിന്നറായിട്ട് നമുക്ക് വൗ മോമോ അടിപൊളിയാന്ന് തോന്നി. പിന്നെ ബിരിയാണി ഓക്കെ ആയിരുന്നു. പിന്നെ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, മൃദുലയ്ക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഗൈസ്, ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ല. അതല്ല, എല്ലാവർക്കും ഒരു സിനിമ കണ്ടാലും ഒരു ബിരിയാണി കഴിച്ചാലും പല അഭിപ്രായമായിരിക്കും. സോ ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ ഈ ഫുഡ് റിവ്യൂസ് വീഡിയോസ് എല്ലാം കാണുക. പിന്നെ നമ്മൾ വാങ്ങിച്ചൊരു സാധനത്തിന് നമ്മൾ കഴിച്ചിട്ട് അത് കൊള്ളത്തില്ലയോ കൊള്ളാമോ, ഇത് എന്തൊരു പാട്, അവന്റെ മൂലം വെച്ച് പൊക്കുന്നു. നമുക്ക് വാങ്ങിച്ച ഒരു സാധനം നമ്മൾ കഴിച്ചിട്ട് കൊള്ളാമോ കൊള്ളത്തില്ലേ എന്ന് പറയാനുള്ള ഫുൾ റൈറ്റ്സ് നമുക്ക് പൗരന്മാർക്കുണ്ട്. യെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിന്റെ വിന്നറായിട്ട് നമ്മൾ വൗ മോമോനെ തിരഞ്ഞെടുക്കുന്നു. പിസയും കൊള്ളായിരുന്നു. അല്ല, ആദ്യത്തെ പിസ ഹട്ടിലെ പിസയും കൊള്ളായിരുന്നു. അപ്പൊ അത്രയുള്ള ഗൈസ്. അതെങ്ങനെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലുള്ള